സങ്കീർത്തനം 34:8 പറയുകയാണ്, കർത്താവ് എത്ര നല്ലവൻ എന്ന് രുചിച്ച് അറിയുവിൻ. കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ. പ്രപഞ്ച സൃഷ്ടാവായി ദൈവം എത്ര നല്ലവനാണെന്ന് അനുഭവിച്ചറിയുവിൻ. കാണപ്പെടാത്തവയിൽ നിന്ന് ഈ കാണപ്പെടുന്ന ആകാശഗോളങ്ങളെയും നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഈ മൺതട്ടിനെയും സൃഷ്ടിച്ചവൻ എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. റോമ 8:35 മുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ്, ദൈവം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും? ഒരു വെല്ലുവിളിയാണ്. നഗ്നതയോ ആപത്തോ വാളോ പട്ടിണിയോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴങ്ങൾക്കോ ഏതൊരു വ്യക്തിക്ക് ഏതൊരു സിദ്ധാന്തത്തിന് ഞാനും എൻ്റെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ആർക്കാണ് എന്നെ വേർപെടുത്താൻ പറ്റുക ചോദിക്കുകയാണ് അദ്ദേഹം. ഈ പൗലോസ്ലിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു കള്ളുകുടിയിലും തെമ്മാടിയായി ജീവിച്ച മനുഷ്യനല്ല പൗലോസ്ലിയ. യഹൂദനായിരുന്ന ആ കാലഘട്ടത്തിൽ ഗമാലിയേൽ എന്ന് പറയുന്ന നിയമ പണ്ഡിതന്റെ കാൽപാദങ്ങളിലിരുന്ന് ദൈവവചനത്തിൽ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡോക്ടറേറ്റ് എടുത്ത മനുഷ്യൻ, അത്രയും ജ്ഞാനമുള്ള മനുഷ്യൻ. പക്ഷെ ഒന്നും മാത്രം, ക്രിസ്തുവിനെ അറിഞ്ഞില്ല, ദൈവത്തെ അറിഞ്ഞില്ല. ദൈവത്തെക്കുറിച്ച് ആ സമുദായം പഠിപ്പിക്കുന്ന കുറെ സങ്കല്പങ്ങളൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. ഇങ്ങനെ ആയിരിക്കാം, ഇങ്ങനെയൊക്കെ ചെയ്താൽ ദൈവം പ്രസാദിക്കുമായിരിക്കാം. അതിൽ കൃത്യനിഷ്ഠ പാലിച്ചു പോന്ന മനുഷ്യനാണ്. ദൈവത്തെ രുചിച്ചറിഞ്ഞിട്ടില്ല, ദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ട്. ഈ കുറിച്ചുള്ള അറിവ് വെച്ചുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ പൗലോസ്ലിയെ ഇഞ്ചിഞ്ചായിട്ട് പീഡിപ്പിച്ചത്. അങ്ങനെ ജെറുസലേമിലുള്ള ക്രിസ്ത്യാനികളൊക്കെ വകവരുത്തി കഴിഞ്ഞപ്പോഴാണ് ദമാസ്കസിൽ ഒരു പറ്റം വിശ്വാസികൾ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് അറിവ് കിട്ടിയത്. അങ്ങനെ ദമാസ്കസിലെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായിട്ട് പോകുന്ന സമയത്താണ് ഒരു ദർശനമുണ്ടാകുന്നത്. സാവൂൾ സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? അപ്പോസ്തല പ്രവർത്തനം അധ്യായം 9 സാവൂൾ സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? അദ്ദേഹം ചോദിച്ചു, കർത്താവേ, നീ ആരാണ്? നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ. നീ എന്താണ് ചെയ്യേണ്ടത്? ദമാസ്കസിലേക്കല്ലേ നീ പോകുന്നു, നീ പോകുക. അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞു തരാൻ നീ എന്താ ചെയ്യേണ്ടത്. ഇതോടുകൂടി ആ ദർശനത്തിന്റെ ശക്തി കൊണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അങ്ങനെ തപ്പിത്തടയുന്ന നേതാവിനെ അനുയായികൾ കൈപിടിച്ച് ദമാസ്കസിൽ കൊണ്ടാക്കി. ഒരു 3 ദിവസത്തെ ധ്യാനമായിരുന്നു പൗലോസ്ലിയാക്ക്. അവിടെ ധ്യാനഗുരു ആരുമില്ല. അവിടെ ധ്യാനഗുരുവായിട്ടുള്ള സ്വന്തം അനുഭവം തന്നെയാണ്. അനുഭവത്തെക്കാൾ വലിയ ഗുരു വേറെയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയാണെങ്കിൽ ധാരാളം പാഠങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്താണെന്ന് നമ്മളും ചിന്തിച്ചാൽ പിടികിട്ടാനുള്ളതേ ഉള്ളൂ. ഒരു പള്ളത്തുപാപ്പച്ചൻ വന്ന് തൊടുപുഴയിൽ നിന്ന് ഇവിടെ വന്ന് വാചകടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വ്യക്തിപരമായ തകർച്ചയുടെ കാരണം എന്താ? തന്നിലേക്ക് തിരിയുക. വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിന്റെ നേട്ടം എന്താ? തന്നിലേക്ക് തിരിഞ്ഞാൽ ഉത്തരം കിട്ടും. നിങ്ങളുടെ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് കാരണം എന്താ? തന്നിലേക്ക് തിരിഞ്ഞാൽ കിട്ടും. അതാ ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത്. ജീവിത അനുഭവത്തിൽ പാഠങ്ങൾ ഉൾക്കൊള്ളാത്തവൻ എവിടെ പോയി പാഠം പഠിക്കാന്? ഇപ്പൊ സാവൂളിനെ ധ്യാനിപ്പിക്കാൻ ഗമാലിയലൊന്നുമില്ല. അവിടെ വലിയ ദൈവശാസ്ത്ര പണ്ഡിതനൊന്നുമില്ല. ഒറ്റയ്ക്കിരിക്കിയ ഒരു മുറിയിൽ 3 ദിവസമായി പച്ചവെള്ളം കുടിച്ചിട്ടില്ല. ഒരു ഉപവാസ പ്രാർത്ഥന ധ്യാനിക്കുകയാണ്. ദൈവമേ, ഞാൻ ആ കേട്ട സ്വരം എന്താണ്? എന്റെ തോന്നലല്ല, ഞാൻ വ്യക്തമായിട്ട് കേട്ടതാണ്. സാവൂൾ സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? ഒരു തോന്നലല്ല ഇത്. ഞാൻ ആ കണ്ട വെളിച്ചം എന്താണ്? ഇത് രണ്ടും തോന്നലാണെന്നിരിക്കട്ടെ, എന്റെ കണ്ണിന്റെ കാഴ്ച ഇങ്ങനെ നഷ്ടപ്പെട്ടു. ഞാൻ എഴുതി പഠിച്ചിടത്തൊന്നും ഇതുപോലൊന്നിനെ കുറിച്ച് എനിക്കൊരു അറിവ് കിട്ടിയിട്ടില്ല. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവം തന്റെ ജീവിതത്തിൽ ഇടപെടാൻ പോകുക. ദൈവം തന്റെ ജീവിതത്തിൽ, സാവൂളിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ പോകുക. പലപ്പോഴും ലോക കാര്യങ്ങളിൽ വ്യാപൃതരായി നമ്മൾ ഈ പണത്തിന്റെ പിന്നാലെയും അധികാരത്തിന്റെയും അടിച്ചമർത്തുന്നതിന്റെയും പേരിലൊക്കെ കുതിരപ്പുറത്ത് പറക്കുമ്പോൾ ദൈവം സംസാരിക്കില്ല. ദൈവം സംസാരിക്കണം. ഹൃദയത്തിലൊരു ശാന്തത വേണം, ഉള്ളിൻ്റെ ഉള്ളൊരു ദാഹം വേണം. ഏത് ദാഹമാണ്? ദൈവമേ, ഇനി എൻ്റെ കഴിവുകളെല്ലാം ഇവിടം കൊണ്ട് അവസാനിച്ചു. രോഗം വന്നപ്പോൾ ഞാൻ നിസ്സാരമെന്ന് കരുതി. കാരണം ചികിത്സിക്കാൻ പണമുണ്ട്, വേണമെങ്കിൽ ലോകത്തിന്റെ എവിടെ പോയും ചികിത്സിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് രോഗത്തെ രോഗമായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷെ ഇന്ന് വൈദ്യശാസ്ത്രം കൈമലർത്തുക. ചികിത്സിക്കാൻ പണമുണ്ട്, പക്ഷെ വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ കർത്താവേ, നിനക്കേ പറ്റൂ. അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന്റെ ആ എന്തിലെങ്കിലുള്ള ആശ്രയം, അവന്റെ അറിവിലോ ആരോഗ്യത്തിലോ അവന്റെ ലോകത്തിലുള്ള സ്വാധീനങ്ങളോ അവന്റെ പണത്തിലുള്ളതോ എന്തിലെങ്കിലും അവന്റെ ആശ്രയം നഷ്ടപ്പെടുമ്പോൾ അവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ദാഹം വരും. ദൈവമേ, നിന്നെ എനിക്ക് ആവശ്യമാണ്. അവിടെ മുതലാണ് ദൈവം ഇടപെടുന്നത്. അങ്ങനെ സാവൂൾ 3 ദിവസം ഈ വീട്ടിൽ പച്ച വെള്ളം കുടിക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം സംസാരിച്ചു. ഒരു മനുഷ്യനെ പറഞ്ഞു വിട്ടു. അനനിയാസ് എന്ന അദ്ദേഹത്തിന്റെ പേര്. അനനിയാസ്,
ഇതാ സാവൂൾ എന്ന് പറയുന്ന വ്യക്തി അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പരിശുദ്ധാത്മാവ് നിറയണം, അവന്റെ കണ്ണിന് കാഴ്ച ശക്തി ലഭിക്കണം, നീ അവന്റെ തലയിൽ പോയി കൈവച്ച് പ്രാർത്ഥിക്കണം. അനനിയാസ് പറഞ്ഞു, കർത്താവേ, ഈ സാവൂൾ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു വിശ്വാസിയല്ല, നിന്നെ സ്നേഹിക്കുന്നവനല്ല, നിന്നിൽ വിശ്വസിക്കുന്ന മക്കളെ കൂടി ഇഞ്ചിഞ്ചായിട്ട് പീഡിപ്പിക്കുന്നവനാണ് സാവൂൾ. എന്തുമാത്രം നല്ല മനുഷ്യർ ഈ ഭൂമിയിൽ കിടക്കുന്നു, അവരുടെ ആരുടെയെങ്കിലും തലയിൽ വേണമെങ്കിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കാം. ഈ സാവൂളിന്റെ അടുത്തേക്ക് എന്തിനാ അയക്കുന്നു? എന്തുകൊണ്ടാണ് അനനിയാസ് ഇങ്ങനെ പറയാൻ കാരണം? നമ്മുടെ കൺമുമ്പിൽ ഒരാളുടെ ഇന്നലകളാണുള്ളത്. ഭർത്താവിന് ഇന്നെന്നെ ദുഷിച്ച ശീലമുണ്ട്, ഭാര്യയ്ക്ക് ഇന്നെന്നെ കുറവുണ്ട്, മക്കൾക്ക് ഇന്നെന്നെ കുറവുണ്ട്, അമ്മായിമ്മയ്ക്കും അമ്മായിയപ്പനും ഇന്ന കുറവുണ്ട്. ഈ പ്രവൃത്തി വെച്ചാണ് നമ്മൾ ആ വ്യക്തിയെ വിധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വ്യക്തിയെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷെ ദൈവം ഒരു വ്യക്തിയെ കാണുന്നത് ഇന്ന് ഈ നിമിഷം വരെ അവൻ ആരായിരുന്നു എന്നുള്ളതല്ല, ദൈവത്തിന്റെ സ്നേഹം ആ വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തി ആരായിട്ട് മാറുന്നു, ഇതാണ് ദൈവം കാണുന്നത്. അനനിയാസ് പറയാണ്, സാവൂൾ ഒരു ഭീകരനാണ്, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവനാണ്, അവന്റെ തലയിൽ തന്നെ വേണോ കൈവച്ച് പ്രാർത്ഥിക്കാൻ? യേശുക്രിസ്തു സംസാരിച്ചു, അനനിയാസേ, വിജാതിയരുടെ മുൻപിലും ഇസ്രായേൽ രാജാക്കന്മാരുടെ മുൻപിലും എന്റെ നാമത്തിന് സാക്ഷ്യം വഹിക്കാൻ ഞാൻ തെരഞ്ഞെടുത്തൊരു പാത്രമാണ് അവൻ. ഞാൻ പറഞ്ഞതനുസരിക്കുക. അനനിയാസ് ചെന്ന് സാവൂളിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ചെതുമ്പല് പോലെ എന്തോ ഒന്ന് കണ്ണിൽ നടന്നു വീണു. അവനെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഈ പൗലോസ്ലിയ ജ്ഞാനസ്നാനം സ്വീകരിച്ച്, ഈ സാവൂൾ സ്നാനം സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി. പൗലോസ് എന്നുള്ള പേര് സ്വീകരിച്ചു. 14 ലേഖനങ്ങൾ ഇതിൽ നമുക്ക് എഴുതി തന്നു. ജനകോടികളെ കർത്താവിന് വേണ്ടി നേടി. അപ്പൊ ഇദ്ദേഹം ഇതിനു മുൻപും ഒരു മദ്യപിച്ച് നടക്കുന്ന ലക്കുകെട്ടൊരു മനുഷ്യനായിരുന്നില്ല. ദൈവവചനത്തിൽ വലിയ ഗ്രാഹ്യമുള്ള മനുഷ്യനായിരുന്നെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, ദൈവത്തെക്കുറിച്ച് ഒരു അറിവുമില്ലായിരുന്നു. കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കുടുങ്ങി കിടക്കുക ചെയ്തു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോഴാണ് ദൈവം എന്താണ്, മനുഷ്യ ജന്മം എന്താണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇതൊക്കെ വെളിപ്പെട്ട് കിട്ടിയത് ദൈവസ്നേഹം മനസ്സിലാക്കിയപ്പോഴാണ്. ആ പൗലോസ്ലിയാണ് റോമാക്കാർക്ക് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് 8-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിൽ, ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? നഗ്നതയോ, ആപത്തോ, വാളോ, പട്ടിണിയോ? വാളോ എന്നൊരു വാക്ക് അവിടെ ചോദിച്ചിട്ടുണ്ട്. റോമിൽ ധ്യാനത്തിന് പോയ സമയത്ത് റോമാ നഗരത്തിന്റെ അല്പം ദൂരെയായി ഇന്നതൊരു ദേവാലയമാണ്. അന്ന് അതൊരു ജയിലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മതമർദ്ദനമുള്ള കാലത്ത്. ആ ജയിലിന്റെ വാതുക്കൽ ഇറ്റാലിയൻ ഭാഷയിൽ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്. മലയാളത്തിൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, സ്വർഗത്തിലേക്കുള്ള കവാടം എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ എൻ്റെ കൂടെയുള്ള മലയാളികളോട് ചോദിച്ചു, എന്താണ് അങ്ങനെ എഴുതി വെക്കാൻ കാരണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, 300 വർഷം റോമിൽ ക്രിസ്തുമതം നിരോധിച്ചിരുന്ന സമയത്ത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ഈ ജയിലിൽ കൊണ്ട് പാർപ്പിക്കും. ഒരൊറ്റ ആഴ്ച കൊണ്ട് ഈ ജയിൽ നിറയും. അങ്ങനെ ഒരു അധികാരി റോമിൽ നിന്ന് വരികയാണ് ഇവരെ വിചാരണ ചെയ്യാനായിട്ട്. വിചാരണ എന്നൊക്കെ പറഞ്ഞാൽ വെറും ഒരു പ്രഹസനം മാത്രമാണ്. ചോദ്യം ഇത്രയേ ഉള്ളൂ, നീ യേശുവിനെ തള്ളി പറയുന്നോ, ക്രിസ്തുമതം ഉപേക്ഷിക്കുന്നോ? ഇത്രയേ ഉള്ളൂ ചോദ്യം. ഉപേക്ഷിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ വലിയ സമ്മാനം, റോമിൽ വലിയ ഉദ്യോഗം, ഇതെല്ലാം കൊടുക്കും. ഇനി അതല്ല, യേശുവിനെ ഏറ്റുപറയുന്നു പറഞ്ഞാൽ കശാപ്പുശാലയിലെ മുട്ടി പോലെ ഒരു കല്ലുണ്ട്, ഒരു തൂണ് പോലത്തെ ഒരു കല്ലാണ്. ഏതാണ്ട് ഒരു മനുഷ്യൻ മുട്ടുകുത്തി നിൽക്കുകയാണെങ്കിൽ ഏകദേശം കഴുത്തിനൊപ്പം ഉയരം വരും. കൈ പുറയിൽ കെട്ടിയിട്ട് ഈ കല്ലിന്റെ മുകളിൽ തല വെച്ച് കഴുത്ത് വെട്ടുക ചെയ്യുന്നു. ആ വാതിലിലൂടെ കടന്നു വന്ന ഒരു കുഞ്ഞു പോലും യേശുവിനെ തള്ളിപ്പറഞ്ഞ് ജീവനോടുകൂടി ആ വാതിലിലൂടെ തിരിച്ചു പോയിട്ടില്ല. അതുകൊണ്ടാണ് ആ വാതിലിൽ എഴുതി വെച്ചിരിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള കവാടം. ഈ പൗലോസ്ലിയയുടെ കഴുത്തും ഇതേ കല്ലിൽ വെച്ചാണ് വെട്ടപ്പെടുന്നത്. അദ്ദേഹം ക്രിസ്തുവിന് ദൈവം എത്ര നല്ലവനെന്ന് രുചിച്ചറിയുന്നതിന് മുൻപ് ദൈവത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യുന്നു എന്ന തെറ്റായ ധാരണ വെച്ച് ക്രിസ്ത്യാനികൾ ഇഞ്ചിഞ്ചായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവസ്നേഹത്തിന്റെ ഒരു അഗ്നി സാവൂൾ എന്ന് പറയുന്ന മനുഷ്യനിൽ ജ്വലിപ്പിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ വെല്ലുവിളിച്ചു, ഞാൻ അനുഭവിച്ചറിഞ്ഞ ഈ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? നഗ്നതയോ, ആപത്തോ, വാളോ, പട്ടിണിയോ? ഇപ്പൊ വാളിന്റെ മുമ്പിൽ വെച്ച് പൗലോസ്ലിയോട് ചോദിക്കുകയാണ്, നീ യേശുവിനെ തള്ളി പറയുന്നു? വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ചിന്തിക്കാം, തൽക്കാലം തള്ളിപ്പറഞ്ഞ്, പുറമേ തള്ളിപ്പറഞ്ഞ് ഉള്ളിൽ എന്റെ ഹൃദയം ദൈവത്തിന് അറിയാം. ഞാൻ പുറത്തേക്ക് ഞാൻ ജീവിച്ചിരിക്കേണ്ടത് സഭയ്ക്കൊരാവശ്യമാണ്. ഞാൻ കുറെ കാലം കൂടി ജീവിച്ചിരുന്നാൽ കോടിക്കണക്കിന് മക്കളെ കർത്താവിന് വേണ്ടി നേടാൻ പറ്റും. അതുകൊണ്ട് ഹൃദയങ്ങൾ കാണുന്ന ദൈവമേ, നിന്നെ എൻ്റെ ഉള്ളിൽ ഞാൻ പൂജിക്കുന്നു. ഇവരെ വിഡ്ഢികളാക്കാൻ വേണ്ടി വെറും പുറമേ ഞാൻ പറയുകയാണ്, ഞാൻ ദൈവത്തെ തള്ളി പറയുന്നു.
എന്ന് പറഞ്ഞ് കുറച്ചു കാലം കൂടി ജീവിക്കാം എന്നല്ല പൗലോസ്ലീഹ തീരുമാനിച്ചത്. ആ വാളിന്റെ മുൻപിൽ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ക്രിസ്തു എന്റെ ദൈവമാണ്, ആ ദൈവത്തെ എനിക്ക് തള്ളി പറയാൻ സാധിക്കില്ല. പുറകിൽ കൈകെട്ടി ആ കല്ലിന്റെ മുകളിൽ കഴുത്ത് വെച്ചു, ആരാച്ചാര് വാളുകൊണ്ട് വെട്ടി, ശിരസ് ഒരു ഭാഗത്തേക്ക്, ഉടല് മറുഭാഗത്തേക്ക്. ആ മുറിവേറ്റ തല ഉരുണ്ടുരുണ്ട് പോയപ്പോഴ് ആ മുറിവേറ്റ ഭാഗം മണ്ണിൽ തൊട്ടടുത്തുനിന്ന് 3 ഉറവ അത്ഭുതകരമായിട്ട് ഉയർന്നു വന്നു അവിടെ. ഇന്ന് ആ പ്രദേശം അറിയുന്ന ആ ഉറവയുടെ പേരിലാണ്. ഇറ്റാലിയൻ ഭാഷയിൽ ത്രിഫന്താനെ എന്നാണ് വിളിക്കുന്നത്. 3 ഉറവ എന്നാണ് അതിനർത്ഥം. അപ്പൊ ഈ പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ കുട്ടിക്കാലം മുതൽ അടിയുറച്ച ദൈവവിശ്വാസത്തിൽ വളർന്നു വന്നൊരു മകൻ, സഭയുടെ അവരുടെ മതത്തിന്റെ കാര്യങ്ങളെല്ലാം കർക്കശമായിട്ട് നിറവേറ്റുന്ന ഒരു വ്യക്തി, ആ ദൈവത്തിനെതിരായിട്ട് ആരെങ്കിലും ജീവിക്കുന്ന കണ്ടാൽ അവനെ പീഡിപ്പിക്കാൻ മാത്രം തീഷ്ണതയുള്ളൊരു മനുഷ്യൻ, ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തെ അവൻ രുചിച്ചറിഞ്ഞിരുന്നില്ല. ഒരു വ്യക്തി ഇന്ന് 38 ധ്യാനം കൂടിയാലും, ഒരുപക്ഷെ ധ്യാന പ്രസംഗം തന്നെ നടത്തിയാലും, ഞാൻ ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ രഹസ്യ ജീവിതം ഒന്നും പരസ്യ ജീവിതം മറ്റൊന്നുമായിരിക്കും. ഇത് രണ്ടും ഒന്നാകുന്നത് ഒരു വ്യക്തി ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയുമ്പോഴാണ്. അപ്പോൾ നമ്മളിങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു പാർട്ടിയുടെ മെമ്പർ ആകുന്നത് പോലെ പല മതങ്ങളിൽ ഒരു മതത്തിന്റെ മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ട്, ക്രിസ്തീയ മാതാപിതാക്കളും ജനിച്ചതുകൊണ്ട് ക്രിസ്ത്യാനിയായി, ഹിന്ദു മാതാപിതാക്കൾ ജനിച്ചുകൊണ്ട് ഹിന്ദുവായി, ഇസ്ലാം കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് ഇസ്ലാമായി, അങ്ങനെ ഉള്ളൊരു ജീവിതത്തിന്റെ അപ്പുറത്ത് വ്യക്തിപരമായിട്ട് ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് വരുമ്പോഴാണ് ഒരാത്മീയ മനുഷ്യൻ പറക്കുന്നത്, ഒരു ദൈവിക മനുഷ്യൻ രൂപം കൊള്ളുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ്, ദൈവം എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അങ്ങനെ ദൈവസ്നേഹം ഇന്ന് ധാരാളം പേര് ധ്യാനിക്കാൻ വരുന്നു. മദ്യപാനികളെ ചികിത്സിക്കുന്ന സെന്ററുകളിലൊക്കെ പോയി ചികിത്സയൊക്കെ നടത്തിയതാണ്. 1 മാസം ഒരാഴ്ചയൊക്കെ കുടിക്കാതിരുന്ന് അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അതിന്റെ ഇരട്ടി കുടിച്ച് മാനസിക രോഗമായി, സമ്പത്ത് നശിച്ചു, കുടുംബം തകർന്നു. അങ്ങനെ ഇരിക്കുന്ന ചില വ്യക്തികൾ ധ്യാനത്തിന് വരുന്നു. ആ ധ്യാനത്തിലൂടെ ദൈവത്തിന്റെ സ്നേഹം അവർ അനുഭവിച്ചറിയുന്നു. ഇപ്പൊ അവർ പലരും പ്രേക്ഷിത വേല ചെയ്യുക, വചനം പ്രസംഗിക്കുക ചെയ്യുന്നു. എന്താണ് അവർക്കിപ്പോൾ മാറ്റമുണ്ടായത്? അവരുടെ ഉള്ളിൽ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞാൽ ഒരു വെല്ലുവിളി വരികയാണ്, ഈ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? പൗലോസ്ലീഹ വെല്ലുവിളിച്ച കൂട്ടത്തിൽ ചോദിച്ചു, പട്ടിണിയോ നഗ്നതയോ ആപത്തോ? ഈ വ്യക്തികളും വെല്ലുവിളിച്ചിട്ടായിരിക്കും ധ്യാനമന്ദിരത്തിൽ നിന്ന് പോകുന്നത്. ഞാൻ അനുഭവിച്ചറിഞ്ഞ ഈ ദൈവസ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? മദ്യക്കുപ്പിയോ, ഒരു ചീട്ടുപെട്ടിയോ, ഒരു യുവതിയോ, ഒരു യുവാവോ, ഒരു ഏതാനും നോട്ടുകെട്ടോ? ഞാൻ അനുഭവിച്ചറിഞ്ഞ ഈ ദൈവസ്നേഹത്തിൽ നിന്ന് ഏതൊരു ശക്തി, ഏതൊരു വ്യക്തിയാണ് എന്നെ വേർപെടുത്തുന്നത്? ഈ വെല്ലുവിളി നമ്മൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തെക്കുറിച്ച് വേദപാഠ ക്ലാസ്സിൽ കിട്ടിയ അറിവിന്റെ അപ്പുറത്ത് ദൈവ അനുഭവം ഉണ്ടാകണം. ആ അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, സ്വഭാവത്തിൽ മാറ്റം വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് ദൈവം എത്ര നല്ലവനെന്ന് നമ്മളെ പഠിപ്പിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഉൾക്കാഴ്ച, ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും വിലപ്പെട്ടത് ഇപ്പോഴെന്തായിരിക്കും നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും വിലപ്പെട്ടത്? ചില വ്യക്തികൾക്ക് മദ്യമായിരിക്കാം, വേറെ ചിലർക്ക് ഒരു തുണ്ട് ഭൂമിയായിരിക്കാം. കാരണം ആ ഒരു തുണ്ട് ഭൂമിയുടെ പ്രശ്നം വരുമ്പോൾ എന്ന് വെച്ചാൽ അതിന് തിരിച്ചപ്പോഴ് സഹോദരനുമായിട്ട് ഭൂസ്വത്ത് വീതം വെച്ച സമയത്ത് 1 ഇഞ്ച് കൂടിപ്പോയി, അല്ലെങ്കിൽ കുറഞ്ഞുപോയി. 1 ഇഞ്ച് കയറ്റിയാണ് മതിൽ കെട്ടിയതിരിക്കുന്നത്. ഇതിനു വേണ്ടി ഈ ഒരമ്മയുടെ മുലപ്പാല് കുടിച്ചു വളർന്ന സഹോദരങ്ങൾ, ഒരു കൊടക്കീഴിൽ കെട്ടിപ്പിടിച്ച് പള്ളിയിലും പള്ളിക്കൂടത്തിലും പോയിക്കൊണ്ടിരുന്ന സഹോദരങ്ങൾ, അവരുടെ ദൈവം മണ്ണാണെങ്കിൽ ഈ ഒരു പിടി മണ്ണിന് വേണ്ടി അവിടെ വരുമ്പോഴെല്ലാ ബന്ധങ്ങളും അവിടെ കൊണ്ട് അവസാനിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി അവന്റെ ദൈവം എന്താണെന്നുള്ളത്. കുട്ടികൾ വളർന്നു വരുന്നു. 1 ഗ്രാം പെൺകുട്ടിയാണ്, 1 ഗ്രാം സ്വർണം ഇതുവരെ അപ്പൻ എന്ന നിലയ്ക്ക് പണിത് ഈ കുഞ്ഞിന്റെ കാതിലോ കഴുത്തിലോ ഇട്ടിട്ടില്ല. ഓരോ വർഷം ചെല്ലുന്ന ആ കുട്ടികൾ വളർന്നു വരുന്നു. പഠിക്കുമ്പോഴും മുതിർന്ന ക്ലാസ്സിലേക്ക് വരുമ്പോഴും അതിന്റെ ബാധ്യത കൂടി വരുന്നു. ഇനി ഈ കുട്ടിയെ ഒരുവന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഒന്നും മിച്ചം ഉണ്ടായിട്ടില്ല. 100, 300, 400 രൂപയ്ക്ക് പണിയെടുക്കുന്നു. ഈ കിട്ടുന്നതിൽ 300 രൂപയും മദ്യത്തിന് ചെലവഴിക്കുമ്പോൾ അവന്റെ ദൈവമാരാ? അവന്റെ ദൈവം ആ മദ്യമാണ്. എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണമുണ്ടോ, ഉടുക്കാൻ തുണിയുണ്ടോ, നനയാതെ കിടക്കാൻ സ്ഥലമുണ്ടോ? ഇതൊന്നും ഈ വ്യക്തിക്ക് പ്രശ്നമല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്, ഉദരമാണ് അവരുടെ ദൈവം, നാശമാണ് അവരുടെ അവസാനം. അവർ ദൈവമായിട്ട് സ്നേഹിക്കുന്നത്, കാണുന്നത് തന്റെ ഉദരത്തെയാണ്. ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണമുണ്ടോ, വസ്ത്രമുണ്ടോ, ഇതൊന്നും എനിക്ക് നോക്കണ്ട, എന്റെ കാര്യം ഭംഗിയായിട്ട് നടക്കണം. അതായിരിക്കാം ചിലരുടെ ദൈവം. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ആ ദൈവസ്നേഹം അനുഭവിച്ചറിയുമ്പോൾ അവൻ പ്രഥമ സ്ഥാനം കൊടുക്കുന്നത് ആ വ്യക്തിയുടെ ആത്മാവിനായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം അധ്യായം 16, 26 വാക്യം.
ഒരുവൻ ലോകം മുഴുവൻ നേടിയാൽ, പാലക്കാട് ജില്ല മുഴുവൻ അവൻ്റെതായാലും, പാലക്കാട് ജില്ലയുടെ അതിർത്തിയിലുള്ള ഭൂസ്വത്ത് മുഴുവൻ ഇവൻ്റേതാണെങ്കിലും, സ്വർണവും വെള്ളിയും നോട്ടുകെട്ടുകളും മുഴുവൻ ഇവൻ്റേതാണെങ്കിലും, ഇവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഇവൻ എന്താ പ്രയോജനം? ലോകം പോട്ടെ, നമുക്കൊരു ചെറിയ ജില്ല തന്നെ എടുക്കാം. ഇതെല്ലാം ഞാൻ എന്റേതായാൽ ഞാൻ എത്ര നാൾ അനുഭവിക്കും? കൂടി വന്നാല് ഒരു 100 വർഷം. അത്രയൊന്നും അനുഭവിക്കാൻ പോകുന്നില്ല. 80-90 ആകുമ്പോഴേക്ക് തന്നെ ബെഡലാകും. അവിടം വരെ എത്തുമെന്നും അറിയില്ല. ഏതായാലും ഒരു 100 വർഷം വിചാരിക്കുക. അത് കഴിയുമ്പോഴോ എന്റെ പ്രിയപ്പെട്ടവർ, എന്റെ മാതാപിതാക്കൾ, എന്റെ ഭാര്യ, ഭർത്താവ് ഇതൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെവിടം വരെ വരും? സിമിത്തേരി വരെ വരും. തീർന്നല്ല, അവിടം വരെയേ ഉള്ളൂ. അതോടുകൂടി കഴിഞ്ഞു അവരുടേത്. പിന്നെ കൂടെ പോരുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ സമ്പാദിച്ച നന്മ തിന്മകളാണ് കൂടെ പോരുന്നത്. ഈ പണിത് കൂട്ടിയ 1.5 കോടിക്ക് പണിത് കിട്ടിയ ബംഗ്ലാവിൽ നിന്നും ഇവൻ 6 അടി മണ്ണിലേക്ക് പോകേണ്ടവനാണ്. ഈ ചറ്റക്കുടിലിൽ കിടക്കുന്നവന് ഈ 6 അടി മണ്ണിലേക്ക് പോകേണ്ടവനാണ്. ഒരു മനുഷ്യൻ ദൈവസ്നേഹം അനുഭവിച്ചറിയുമ്പോൾ അവൻ 1ാം സ്ഥാനം കൊടുക്കുന്ന അവന്റെ ആത്മാവിനായിരിക്കും. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, എത്ര ബന്ധങ്ങൾ തകർന്നാലും, എന്തെല്ലാം നഷ്ടപ്പെട്ടാലും എന്റെ ദൈവം എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല, നിത്യജീവൻ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഈ ഒരു ചിന്തയായിരിക്കും ഈ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ മകനിലും മകളിലും കുടികൊള്ളുന്നത്. അതുകൊണ്ടാണ് 300 വർഷക്കാലം റോമിൽ ക്രിസ്തുമതം പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഈ തിളപ്പിച്ച എണ്ണയിലേക്കും മൃഗശാലയിലേക്കും സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് പോകാനുള്ളൊരു കാരണം, ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ അപ്പുറത്ത് ഞങ്ങൾക്കൊരു ജീവിതമുണ്ടെന്നുള്ള ബോധ്യം ഇവർക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കല് നമ്മുടെ കൺവെൻഷന് കുട്ടികളും വന്നിട്ടുണ്ടല്ലോ. കുട്ടികൾക്ക് വേണ്ടി ചെറിയ ഉദാഹരണം, ഒരു കഥ പറയുകയാണ്. ഒരു കുട്ടി മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയും ആ കുട്ടിയുടെ കഴുത്തിൽ 2 പവന്റെ മാലയുണ്ട്. അതുവഴി വന്ന ഒരു മനുഷ്യൻ ഇത് കണ്ടു. ഈ കുട്ടിയുടെ കഴുത്തിൽ മാല കിടക്കുന്നു, കുട്ടി ഒറ്റയ്ക്കുവാണെന്ന് മനസ്സിലാക്കി. ആ കുട്ടിയുടെ അടുത്ത് വന്ന് നല്ല സ്നേഹമൊക്കെ ആയിട്ട് സ്നേഹപൂർവ്വം അടിച്ചൊരു ചോക്ലേറ്റ് ഒക്കെ എടുത്തിട്ട്, മോന് ചോക്ലേറ്റ് ഇഷ്ടമാണോ? അതെല്ലോ. മോൻ ചോക്ലേറ്റ് വേണോ? വേണം. അങ്കിൾ ഈ ചോക്ലേറ്റ് തന്നാൽ മോൻ അങ്കിളിന് എന്താ തരിക? അങ്കിളിന് എന്താ വേണ്ടത്? മോന്റെ കഴുത്തിൽ കിടക്കുന്ന മാല തരാമോ? ഓ തരാമല്ലോ. ഇത് കുറെ വർഷങ്ങളായി ഇങ്ങനെ കഴുത്തിൽ കിടക്കുന്നു, മധുരവും ഇല്ല പുളിയില്ലാത്ത ഒരു മാല. ഇത് കൊണ്ടൊരു കാര്യവും ഇല്ല. ചോക്ലേറ്റ് കിട്ടിയാലത്തെ കാര്യം കുട്ടിക്കറിയാം. അങ്ങനെ അവിടെ ഒരു കച്ചവടം നടന്നു. 50 പൈസയുടെ ചോക്ലേറ്റ് കൊടുത്ത് 2 പവന്റെ മാല അങ്കിൾ സ്വന്തമാക്കി. 2 ആൾക്കും സന്തോഷം, കുട്ടിക്കും സന്തോഷം, അങ്കിളിനും സന്തോഷം, 2 ആൾക്കും സന്തോഷമാണ്. അങ്ങനെ അങ്കിളിന്റെ വഴിക്ക് പോയി. ഇവൻ ഇതിന്റെ ഭംഗി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവനേക്കാൾ ശക്തനായ ഒരു കുട്ടി എവിടുന്നോ ഓടി വന്ന് ഇവന്റെ കയ്യിൽ നിന്ന് ഈ ചോക്ലേറ്റ് തട്ടിപ്പറിച്ചോണ്ട് അവൻ ഓടി. ഈ കുട്ടി ഇപ്പൊ വാ വിട്ട് നിലവിളിക്കുക. ഓടി പിടിച്ചു വാങ്ങിക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല. ഈ കുട്ടി ഇപ്പം നിലവിളിക്കുകയാണ്. എന്തിനെ ഓർത്തിട്ടാണ് ഈ കുട്ടി നിലവിളിക്കുന്നത്? എന്തിനെ ഓർത്തിട്ടാണ് ഈ കുട്ടി നിലവിളിക്കുന്നത്? 2 പവന്റെ മാല നഷ്ടപ്പെട്ടതിന്റെ പേരിലോ ചോക്ലേറ്റ് നഷ്ടപ്പെട്ടതിന്റെ പേരിലോ? ഈ ബഹളം കേട്ടാണ് കുട്ടിയുടെ മമ്മി വരുന്നത്. മമ്മി മാറത്തടിച്ച് നിലവിളിക്കുക. മമ്മി എന്തോർത്തിട്ടാ കരയുന്നത്? എന്റെ കുട്ടിക്ക് ഒരു കച്ചവടം നടത്തി കിട്ടിയ 50 പൈസയുടെ ചോക്ലേറ്റ് നഷ്ടപ്പെട്ടതിനെ ഓർത്താണോ മമ്മി മാറത്തടിക്കുന്നത്? ഇതുപോലെയാണ് ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തി, അവന്റെയും അവളുടെയും കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ എന്റെ ദൈവം നഷ്ടപ്പെട്ടല്ലോ, അതിലായിരിക്കും അവന്റെ മനസ്സിൽ വിങ്ങൽ ഉണ്ടാകുന്നത്. നിർഭാഗ്യവശാൽ ഈ ധ്യാന പ്രസംഗം മുഴുവൻ നടന്നിട്ടും, ഈ ധ്യാന മന്ത്രങ്ങൾ മുഴുവൻ ഉയർന്നു വന്നിട്ടും, 10-30 വർഷമായിട്ട് മഴ പെയ്യുന്ന പോലെ കേരളക്കരയിൽ വചനം പെയ്തിട്ടും ചുരുക്കം ചിലരുടെ കണ്ണേ ദൈവം നഷ്ടപ്പെട്ടതിൽ നിറയാറുള്ളൂ. ഭൗതിക നേട്ടത്തിൽ ആനന്ദിക്കുകയും ഭൗതിക തകർച്ചയിൽ മനം മടുക്കുന്ന മനുഷ്യരെയാണ് ധാരാളം കണ്ടുവരുന്നത്. അതിൽ നിന്ന് മാറി ദൈവസ്നേഹം അനുഭവിച്ചറിയുമ്പോൾ ഒരു വ്യക്തി ആനന്ദിക്കുന്ന അവന്റെ കർത്താവിലായിരിക്കും. അവന്റെ മനസ്സ്, അവന്റെ കണ്ണ് നിറയുന്നതെങ്കിൽ എന്റെ ദൈവത്തെ ഞാൻ ദ്രോഹിച്ചു പോയല്ലോ, അതിലായിരിക്കും ഈ വ്യക്തിയുടെ കണ്ണ് നിറയുന്നത്. ആ ഒരു അനുഭവത്തിലേക്കാണ് ഈ കൺവെൻഷനിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടതും നമ്മൾ വളരേണ്ടതും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ദൈവസ്നേഹ അനുഭവത്തിലേക്ക് വന്നൊരു വ്യക്തി അവന്റെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ദൈവരാജ്യമായിരിക്കും നിറഞ്ഞു നീക്കും. ഞാനും എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം അത് ഇഹലോകത്തിലാണെങ്കിലും ഈ പട്ടുനൂൽപ്പുഴുവിന്റെ കൂട്ടിൽ നിന്ന് ചിത്രശരവം പോലെ എന്റെ ആത്മാവ് പറന്നുയരുമ്പോഴുള്ള ആ നേട്ടമാണ് അവൻ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയം. എന്റെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണമെങ്കിൽ ഞാൻ ദൈവത്തെ രുചിച്ചറിയണം. കടലാസിൽ വേദപാഠ ക്ലാസ്സിൽ ഞാൻ എന്റെ മതത്തിൽ കിട്ടിയ അറിവിന്റെ അപ്പുറത്ത് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു ദൈവ ബന്ധം ഉണ്ടാകാം. ഈ ബന്ധത്തിലേക്ക് വരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ നിക്ഷേപം സ്വർഗത്തിൽ കൂട്ടിവെക്കുകയും അവിടെ എത്താൻ വേണ്ടി അവന്റെ ഹൃദയം ദാഹിക്കുന്നത് അപ്പോൾ മാത്രമാണ്. ഈ കൃപയിലേക്ക് ഉയരാനായി നമുക്ക് ആഗ്രഹിക്കാം, സ്വപ്നം കാണാം. അതിന്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.